ഒരു വലിയ ടേർട്ടില് ഒരു വലിയ ഡിയറിനെ വരെ തിന്നാം. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ എല്ലാവരും ക്രോക്കഡൈൽസിനെ ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ നോക്കണം. അയ്യോ മേരാ ഹാത്ത് കാട്ടേഗാ വോ. എന്നും വീഡിയോ ഹോട്ടൽ റൂമിൽ തുടങ്ങുന്നത്. ഇന്നൊരു വെറൈറ്റി ക്യാബിനുള്ളിൽ നിന്നാകാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെന്നൈയിലാണ്, ചെന്നൈ സിറ്റി എക്സ്പ്ലോർ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ സെന്റ് തോമസ് ബസേലിക്ക ചർച്ചിൻ്റെ അടുത്താണ്. പോർച്ചുഗീസ് സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഒരു ചർച്ചാണ്. ഓൾമോസ്റ്റ് ലൈക്ക് 500 ഇയേഴ്സ് പഴക്കമുള്ളൊരു ചർച്ചാണ്. ഇതിൻ്റെ അകത്ത് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകളുണ്ട് അകത്ത്. അപ്പോൾ എന്തോ റിച്വൽ നടക്കുകയാണ് അകത്ത്. അത് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ അകത്ത് കയറിയില്ല. അപ്പോൾ ഞങ്ങൾ ചർച്ചിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ അഷ്ടലക്ഷ്മി ടെമ്പിളിലേക്ക് പോവാണ്. ചർച്ച് ആക്ച്വലി സൂപ്പർ ആയിരുന്നു. ഇവിടെ വരികയാണ്, ചെന്നൈ വരികയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ആ ചർച്ച്. സൺഡേ വരാതിരിക്കാൻ നോക്കുക, കാരണം സൺഡേ നല്ല തിരക്കായിരിക്കും ചർച്ചിനകത്ത്. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചറും ആ ബ്യൂട്ടി ഒന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ വരികയാണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ വരിക. അങ്ങനെ ഇതാണ് അഷ്ടലക്ഷ്മി ടെമ്പിൾ. ആക്ച്വലി ഈ ടെമ്പിള് 1974 ഉണ്ടാക്കാൻ തുടങ്ങിയത്. ആൻഡ് 1976 ഈ ടെമ്പിളിൻ്റെ കൺസ്ട്രക്ഷൻ മൊത്തം തീർന്നത്. അഞ്ജലി 20 rupees के लिए एंटर चाहिए. अर्चनाക്കായിട്ട് പൂ വാങ്ങിച്ചിട്ടുണ്ട്. ये लक्ष्मी टेम्पल है और क्या बोलते हैं, ऐसा मानते हैं कि कमल फूल चढ़ाना चाहिए, तो मैंने ले लिया. और यहाँ पे 2 वे है, एक पेड एंट्रेंस है और एक फ्री एंट्रेंस है. तो पेड एंट्रेंस के लिए 20 rupees देना है. तो सिंस टेम्पल खाली है इसलिए हम लोगों के पास एडवांटेज है. ഇവിടെ ഈ ടെമ്പിളിൻ്റെ ഒരു മിനിയേച്ചർ വെച്ചിട്ടുണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ ഈ ടെമ്പിള്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അത്ര പഴയ ടെമ്പിളല്ല. 1976 ഇതിൻ്റെ കംപ്ലീഷൻ ആയത്. ആ മുന്നിൽ കാണുന്നത് എലിയോട്ട് ബീച്ചാണ്. ഈ ടെമ്പിൾ എലിയോട്ട് ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ടെമ്പിൾ ആക്ച്വലി ഫ്ലോർ വൈസ് ആണ്. ഇവിടെ താഴത്തെ ലെവലിൽ വിഷ്ണു ഉണ്ട്, അതുപോലെ 3 ഭഗവതിയുണ്ട്. ആൻഡ് മുകളിലും അതുപോലെ തന്നെ 3 ഭഗവതിയുണ്ട്. അത് ഡിഫറെൻറ്റ് സൈഡ്സിലായിട്ടാണ്, 4 സൈഡിലായിട്ടാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആർക്കിടെക്ചർ അല്ലേ. അഷ്ടലക്ഷ്മി ടെമ്പിൾ കണ്ടിട്ട് ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങി. അഷ്ടലക്ഷ്മി ടെമ്പിൾ ആക്ച്വലി നല്ലതായിരുന്നു, നല്ലൊരു ആർക്കിടെക്ചർ ആയിരുന്നു. പക്ഷേ കുറച്ച് മെയിൻ്റനൻസിൻ്റെ പ്രശ്നമുണ്ട്. ഇവിടുത്തെ ബസ് കണ്ടില്ലേ, എല്ലാവരും ഡിഫറെൻറ്റ് കളറാണ്. ഞങ്ങൾ ആക്ച്വലി VGR യൂണിവേഴ്സൽ കിങ്ഡം ഫാമിലി അമ്യൂസ്മെന്റ് പാർക്കിൽ പോകണമെന്ന് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പം മൊത്തം തിരക്കാണ്. ബട്ട് ഇസ് ബാർ മിസ് കിയ. അപ്പോൾ വേറൊരു റീസണുമായി ചെന്നൈയിൽ ഒരു തവണ കൂടെ വരാനായിട്ട് അപ്പോൾ കറങ്ങാം ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് ക്രോക്കഡൈൽ പാർക്കിലേക്കാണ്. നോക്കാം അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണെന്ന്. ആക്ച്വലി ചെന്നൈ മൊത്തം ഒരു ദിവസം കൊണ്ട് കറങ്ങാന്നുള്ള വ്യാമോഹം വേണ്ട, മിനിമം ഒരു 3 ദിവസമെങ്കിലും വേണം. മഹാബലിപുരം തന്നെ ആക്ച്വലി ഒരു ദിവസം മൊത്തം വേണം, മൊത്തം പ്രോപ്പറായിട്ട് കറങ്ങാനായിട്ട്. ആ കണ്ടതാണ് MGM. കാല് വയ്ക്കാൻ സ്ഥലമില്ല. ഇന്ന് ഞായറാഴ്ച ആണെന്ന് തോന്നുന്നു. പാർക്കിംഗ് ഏരിയ മൊത്തം ഫുള്ളാണ്, അത്രയ്ക്ക് ആളുകളാണ്. ഇതാണ് ക്രോക്കഡൈൽ ബാങ്ക്. ഇതിന് മദ്രാസ് ക്രോക്കഡൈൽ ബാങ്ക് ട്രസ്റ്റ്, സെന്റർ ഫോർ ഹെർപ്പറ്റോളജി, ഗറിയൽ, ഗ്രീൻ അനാക്കൊണ്ട, ഗ്രീൻ ഇഗ്വാൻ എല്ലാം ഉണ്ട്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരാൾക്ക് അഡൾട്ടിന് 100 രൂപയാണ് ആൻഡ് ചൈൽഡ് 50 rupees. ആക്ച്വലി ഇതൊരു കിടു കോൺസെപ്റ്റ് ആണല്ലേ. എനിക്ക് ആക്ച്വലി ഇതുപോലുള്ള കാര്യങ്ങൾ കാണാൻ വലിയ ഇഷ്ടമാണ്. അഞ്ജലിക്കാണെങ്കിൽ പേടിയും. कैसे लग रहा है? दुष्ट प्राणी पापी. नहीं, it will be like zoo जैसा ही रहेगा. like zoo बोला തന്നെ ആയിരിക്കും, ഒരു വ്യത്യാസവും ഇല്ല. एक्चुअली मुझे रेप्टाइल से डर लगता है और ये रेप्टाइल्स वाले जगह में ही लेके आया है. വാ 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 വാടാ, ഒന്നും പറ്റില്ല. सच में बोल रहा है, आजा. गूज़बम्स आ रहा है. गूज़बम्स तो आ रहा है. वाह वाह, कुछ भी नहीं है हमें ना. So okay, did you know, first ये पढ़ो, the Ganges soft shell turtle weight 40 to 100 kilograms. Groups of them capture and eat large prey like deer. Oh, ഒരു വലിയ ടേർട്ടില് ഒരു വലിയ ഡിയറിനെ വരെ തിന്നാം, അത്ര വലിയ പവർഫുൾ ആണ്. ഈ ടർട്ടിൽ ഞങ്ങളുടെ വീട്ടിലുണ്ട്, 2 എണ്ണം ഉണ്ട്. ഇതിനേക്കാളും നല്ലവണ്ണം ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ടുണ്ട് 2 ടർട്ടിലിനെ. അവിടെയുണ്ട് ഒരു ടർട്ടിൽ, കാണാൻ പറ്റുന്നോ അറിയില്ല, അത് ഇവിടെയുണ്ട്. ഇതുപോലെ ടർട്ടിലിന് ഫിഷ് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അവർ കഴിച്ചില്ലെങ്കിൽ കുറച്ച് വണ്ണം വെച്ച് പ്രോബ്ലം ആവും ഷെല്ലിന്. അതിൻ്റെ അകത്ത് കണ്ട്, അതിൻ്റെ പേരാണ് പൈത്തനാണ് അതിൻ്റെ അകത്ത്. ആക്ച്വലി വെള്ളം ആക്ച്വലി കുറച്ച് നീറ്റല്ല, കുറച്ചുകൂടെ നീറ്റായിട്ട് വയ്ക്കായിരുന്നു. ഇത് അവിടെ ഒരു മുതലയുണ്ട് ആൻഡ് ഇവിടെ 2 ടേർട്ടിലുണ്ട്.
ഈ ഏരിയ കൊള്ളാമല്ലേ ആക്ച്വലി? कैसा लग रहा पापा? പേടിക്കാനായിട്ടൊന്നുമില്ല. ഓ, ദ ക്രോക്കഡൈൽസ് ഓഫ് ദ വേൾഡ്. ദ ക്രോക്കഡൈൽസ് ഓഫ് ദ വേൾഡ്. ഈ ഇൻഫർമേഷൻ വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാം. ക്രോക്കഡൈൽസിന് തന്നെ എന്തുമാത്രം വെറൈറ്റി അല്ലേ? ഇതൊക്കെ വെറൈറ്റി ഉണ്ടെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയണത്. ഇൻഫർമേഷൻ ആണ്. ഇधർ ചലാ ഗയാ ചലാ ജായേഗാ വേറെ. അവിടെ 2 മുതലുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവിടെ കണ്ട ഒരു ഭീമാകാരൻ ഇതേ വാ തുറന്നു. അഞ്ജലിയെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു ആള് വാ തുറന്നു. I am doing this seriously. അയ്യോ मेरा हाथ काटेगा वो. നല്ല വലുതാണ് ആക്ച്വലി. ഫോട്ടോയിൽ കാണുമ്പോൾ അറിയാം. കുറച്ച് ദൂരെയാണ്. അതുകൊണ്ട് അഞ്ജലിയുടെ ഫോണിലൂടെ ഫോക്കസ് ചെയ്ത് ഞാൻ ഗോപ്രോയിലൂടെ എടുക്കുകയാണ്. മടിയന്മാർക്കുള്ള പേരാണിത് ആക്ച്വലി. Crocodiles believes in a relaxed, stress-free lifestyle. A lot of time is spent basking or lying in the sun. This is an important activity for all reptiles. Basking raises the body temperature while being in the water brings it down. Keeping a temperature balance in this way is called thermoregulation. Thermoregulation. ഇവിടെ എല്ലാ വെറൈറ്റിയിലുള്ള ക്രോക്കഡൈൽസ് ഉണ്ട്. അതായത് എന്തൊക്കെ വെറൈറ്റി ഉണ്ടോ എല്ലാ വെറൈറ്റിയുടെയും ക്രോക്കഡൈൽസ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഗലീബോറെ പോയപ്പോഴത്തേക്കും അവിടുത്തെ കാവേരി റിവറിൽ ആക്ച്വൽ ക്രോക്കഡൈലിനെ കണ്ടായിരുന്നു. അപ്പോൾ ഗലീബോറയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും പോയി കാണുക. കിടുവായിരുന്നു ആ വീഡിയോസ്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ എല്ലാവരും ക്രോക്കഡൈൽസിനെ ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ നോക്കണം. ചാടി ഒരു ഷേക്ക് ഹാൻഡ് തരും. വെറുതെ പറഞ്ഞ കേട്ടോ, സീരിയസ് ആയിട്ട് എടുക്കരുത്. ക്രോക്കഡൈൽസ് ക്യാൻ ജമ്പ്. അപ്പോൾ കൈയും കാലും നീട്ടരുത്. കണ്ടില്ലേ, ഇത് മൊത്തം ക്രോക്കഡൈൽസ് ആണ്. ആളിങ്ങി ചാടി വന്നാൽ കടിച്ചെടുത്തത് എൻ്റെ. आज का क्रोकोडाइल का खाना अंजलि सब्जी. अम्यूजमेंट पार्क स्किप करके ये देखा. अच्छा चॉइस ആക്ച്വലി ഈ പാർക്കിനകത്ത് കുറച്ച് സ്മെല്ലിയാണ്. എന്താണെന്നറിയില്ല, കുറച്ചുകൂടെ നീറ്റായിട്ട് വെക്കണമെന്ന് തോന്നുന്നു. എന്തായാലും അകത്തേക്ക് പോകുമ്പോൾ കുറയുമെന്നാണ് തോന്നണേ. അത് കണ്ടോ, ക്രോക്കഡൈലിൻ്റെ സ്കിന്നാണത്. ഇത് കണ്ടോ, ലെസൺസ് ഫ്രം ദ കൊറോണ വൈറസ്. കീപ് ഇറ്റ് ലോ. ബേർഡ്സ് ആൻഡ് അനിമൽസ് ലവ് ദ സൈലൻസ് ഓഫ് ദ ലോക്ക്ഡൗൺ. നോ ഫയർ ക്രാക്കേഴ്സ്, ലൗഡ് സ്പീക്കേഴ്സ്, ട്രാഫിക് നോയ്സ്. India has great rules and regulations about the noise levels. Let's follow these because it will help the environment and us. Loud noise is bad for our health and can even cause deafness and heart problems. അഞ്ജലി ആക്ച്വലി കുറച്ച് പേടിച്ചിരിക്കുകയാണ്. ആൾക്ക് ഇതുപോലെ റെപ്റ്റൈൽസിനെ കാണുമ്പോഴത്തേക്കും കുറച്ച് പ്രശ്നമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ ആമയെ വെച്ചത്. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ വലിയ പ്രശ്നമായിരുന്നു. ഇപ്പം കുറച്ച് കുറഞ്ഞു. ഇവിടെ കണ്ടോ, തൊട്ടടുത്തായിട്ടൊരാളുണ്ട്. അത് കണ്ടോ, ആ മുതലയുടെ മുകളിൽ ഒരാമ ഇരിക്കുന്നത്. ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല. ആ മുതലേ പറയുന്നതാണ് കിങ് ഓഫ് ക്രോക്സ്. ആൻഡ് അതിൻ്റെ മുകളിൽ ടേർട്ടിലിരിക്കുന്നു. എന്ത് വലുതല്ലേ. ആള് സോൾട്ട് വാട്ടർ ക്രോക്കഡൈലാണ്. ക്രൊക്കോഡൈലസ് പൊറോസസ് ഇതാണ് സയൻറ്റിഫിക് നെയിം. ഈ ക്യാമറയിൽ കാണിച്ചു തരാം, ക്ലിയർ ആയിട്ട് കാണാം. ഇതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ ടോട്ടോയ്സ്. ഇതിൻ്റെ പേരാണ് അൽഡാബ്ര ജെയിൻ ടോട്ടോയ്സ്. ഇത് സെയ്ച്ചലസ് ആ സൈഡിലായിട്ടാണ് കാണുന്നത്. കണ്ടില്ലേ എന്ത് വലുതാണെന്ന്. അഞ്ജലി ഒത്തിരി കിടിലം ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എല്ലാം ഞങ്ങളുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ കിട്ടും. അപ്പോൾ എല്ലാവരും പോയി കാണുക. मास्टर हुगवे जैसे ही है. करेक्ट. मास्टर हुगवे. अच्छा दिख रहा है ना, वो क्यूट लग रहा है खाते हुए. अभी देखिए काउंट कर पा रहा है. वाह, इम्प्रूवमेंट है. एक पार्क में लेके आया था देन. हाँ थोड़ा है. आप देख पा रहे हैं. अभी ഇപ്പോൾ അഞ്ജലിക്ക് കുറച്ച് കണ്ടു നിൽക്കുക. കൗണ്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ 100 രൂപ കൊടുത്തിട്ട് എന്തെങ്കിലും ബെനിഫിറ്റായി. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് 3 സ്ഥലം കറങ്ങി. ആക്ച്വലി കുറച്ചുകൂടെ സമയം വേണമായിരുന്നു മൊത്തം കറങ്ങാനായിട്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ചർച്ചിൽ നിന്നാണ്. ചർച്ചിൽ നിന്ന് അഷ്ടലക്ഷ്മി ടെമ്പിൾ പോയി അവിടെ നിന്ന് ക്രോക്കഡൈൽ പാർക്ക് വന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളായിരിക്കും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത വീഡിയോയിലായിരിക്കും മഹാബലിപുരം പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. ആൻഡ് അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. അതാണ് ഈ ട്രിപ്പിൻ്റെ ഹൈലൈറ്റ്, മഹാബലിപുരം. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഏറ്റവും വലിയ കാര്യം 100 രൂപ ടിക്കറ്റ് എടുത്തിട്ട്
അഞ്ജലി പീസ്ഫുള്ളായിട്ട് ആദ്യമായിട്ട് ക്രോക്കഡൈലിനെ കണ്ടു, ഒരു ടെൻഷനും ഇല്ലാതെ. അവിടെയായിട്ട് മോണിറ്റർ ലിസാർഡുണ്ട്. ഇവിടെ അനിമൽസിനെ അഡോപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വരികയാണ്, അഡോപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും അഡോപ്റ്റ് ചെയ്യുക. ഇത് കണ്ടോ, വേൾഡിൽ മൊത്തം 23 സ്പീഷീസ് ഓഫ് ക്രോക്കഡൈലുണ്ട്. അവർക്കെല്ലാം ഡിഫറെൻറ്റ് ഹാബിറ്റേറ്റുമാണ്. അതിൽ ലേക്സ് ഉണ്ടാവാം, റിവേഴ്സ് ഉണ്ടാവാം, പോണ്ട്സ് ഉണ്ടാവാം, സ്ട്രീംസ് ഉണ്ടാവാം, കനാൽസ് ഉണ്ടാവാം, ആൻഡ് സോൾട്ട് വാട്ടർ ഉണ്ടാവാം. എന്തൊക്കെ അറിവുകളല്ലേ! ഇതുപോലുള്ള ഇൻഫർമേഷൻ പഠിച്ച് ഇതൊക്കെ കണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും പാടാണ്. അപ്പോൾ ഞങ്ങളെ ഈ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരുന്നതുകൊണ്ട്. ഇതെല്ലാം കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഒരു ദിവസം പോരാ. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വരിക, വന്ന് ഇതൊക്കെ കാണുക, എന്താ മാത്രമേ ഈ മൊത്തം ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ നടന്ന് എക്സിറ്റ് എത്തി. ठीक था ना पा? ओके अल्ले प्रॉब्लम इल्लायिरुन्नु अल्ले? प्रॉब्लम इल्ला, हाँ प्रॉब्लम इल्ला. जिन लोगों को रेप्टाइल से प्रॉब्लम होता है ना, वो लोग ये समझ सकते हैं. आप ही बताइए. ഒരു വിധം കണ്ട് തീർത്തു അഞ്ജലി. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇതൊക്കെ എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ ഫിയർ മാറുള്ളൂ. ഇതിനകത്ത് ആക്ച്വലി ക്രോക്ക് ഷോപ്പ് ഉണ്ട് ആൻഡ് ക്രോക്ക് കഫേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പൈസ ഇതിനൊക്കെ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യും. ഇന്ന് ഞായറാഴ്ച ആണ്ട് ഒത്തിരി തിരക്കാണ്. കണ്ടില്ല, ഇത് മാത്രം വണ്ടി പാർക്കിങ്ങിലായിട്ടാണ്. ഞങ്ങൾ റോങ് സമയത്താണ് വന്നത്. എന്നാലും കുഴപ്പമില്ല, കണ്ടു, കാഴ്ചകൾ കൊള്ളായിരുന്നു. എന്തുമാത്രം വണ്ടികളാണ് ഇവിടെ. ഞങ്ങൾ ആക്ച്വലി നേരത്തെ വന്നതുകൊണ്ട് കുറച്ച് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പൊരി വെയിലത്ത് മരിച്ചു ഗൈസ്. ഭയങ്കര ചൂടാണ്. ഓക്കെ വന്നത് ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയായി. നല്ല ചൂടുണ്ട്. റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടും 20 രൂപയുണ്ട്. അങ്ങനെ ക്രോക്കഡൈൽ ബാങ്കിൽ പോയി ക്രോക്കഡൈൽസ് കണ്ടതിന് ശേഷം ഇവിടെ പാർക്കിംഗ് ഫീ ഉണ്ട് 20 രൂപ.